Semester BS Sociology Module 4 Contemporary Social Issues Part 2. നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞത് ഇന്ന് ഇന്ത്യ രാജ്യം നേരിടുന്ന വിവിധ തരം പ്രശ്നങ്ങളെക്കുറിച്ചാണ്. കണ്ടംപററി സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. സാമൂഹികമായുള്ള വിവിധ പ്രശ്നങ്ങൾ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. പ്രധാനമായും നമ്മൾ പറഞ്ഞത് ഇന്നലെ ദാരിദ്ര്യമാണ് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളതാണ്. അതിനുള്ള പ്രധാന കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. അതിനുള്ള ഏതാനും ചില റെമഡിയൽ മെഷേഴ്സ് ആൻഡ് സജഷൻസ്, അതിനെ ഇല്ലാതാക്കാനുള്ള ഒരു പരിഹാര മാർഗങ്ങളാണ് ഇവിടെ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. ഒന്ന്, തൊഴിലില്ലായ്മ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ താഴെ വിശദീകരിക്കുന്നു. ജനസംഖ്യാ നിയന്ത്രണം, വികസനത്തെ പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ പറഞ്ഞു ഇന്നലെ ജനസംഖ്യയുടെ കുത്തനെയുള്ള വർധനവാണ് ഇവിടെ ദാരിദ്ര്യം വർദ്ധിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ കാരണമാവുന്നത്. അതുകൊണ്ട് തന്നെ ജനസംഖ്യ നിയന്ത്രിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തൊന്ന്, വികസനത്തെ പ്രോത്സാഹിപ്പിക്കുക. പലപ്പോഴും പല ആളുകളും ഒരു പുതിയ വികസനം വരുമ്പോൾ അതിനെ എതിർക്കാനാണ് പൊതുവെ ആളുകളുടെ ഒരു സമീപനം എന്നുള്ളത്. അപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വരുന്നതിനെ തടുക്കുന്നു. ആദ്യകാലങ്ങളിൽ കൊയ്ത്ത് യന്ത്രം പാടത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനെ എതിർക്കാൻ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഒരുപാട് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തും, അതുകൊണ്ട് കൊയ്ത്ത് യന്ത്രങ്ങൾ പാടില്ല എന്നൊരു പറയുന്ന രൂപത്തിൽ അതിനെതിരെ സമരം വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വികസനങ്ങളെ പ്രോത്സാഹിപ്പിക്കലാണ് ഒരുപാട് മാറ്റങ്ങൾ വരാൻ വഴിയൊരുക്കുക എന്നുള്ളത്. വികസനങ്ങൾ വന്നില്ലെങ്കിൽ മാറ്റങ്ങൾ വരികയില്ല. പക്ഷേ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ വികസനം വളരെയധികം കൂടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജനസംഖ്യ വർധനവോട് കൂടെ വികസനത്തെ പ്രോത്സാഹിപ്പിക്കണം. എന്നാലേ ഇവിടെ ദാരിദ്ര്യത്തെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്, വിദ്യാഭ്യാസ വിപ്ലവമാണ്. എല്ലാവർക്കും അടിയന്തരമായി ഒരു വിദ്യാഭ്യാസം നടത്തി വിദ്യാഭ്യാസ വിപ്ലവം തന്നെ സൃഷ്ടിക്കണം. എല്ലാ ഹ്യൂമൻ റിസോഴ്സും നമുക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു റിസോഴ്സാണ് മനുഷ്യ വിഭവം എന്നുള്ളത്, മാനസിക വിഭവം എന്നുള്ളത്. ഈ മാനസിക വിഭവത്തെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് ആളുകൾ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കാരണം ഒന്നിനും പറ്റാത്തവരായി ഒരുപാട് ആളുകൾ ഇന്ന് ജീവിക്കുന്നുണ്ട്. അവരെയൊക്കെ നമുക്ക് വിദ്യാഭ്യാസം കൊടുത്ത് വേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയും. അതുമൂലം അവർക്ക് ഒരുപാട് പുതിയ പുതിയ കണ്ടെത്തലുകളും പുതിയ പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തേടിപ്പോവാനും ഒക്കെ സാധിക്കും. ഇങ്ങനെയും നമുക്ക് ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പോൾ വിദ്യാഭ്യാസ വിപ്ലവം വേറൊരു തരത്തിലൂടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞു വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ് ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും മറ്റൊരു കാരണമായി നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസ വിപ്ലവമാണ് ഇതിനുള്ള ഒരു പരിഹാരം എന്നുള്ളത്. ഡിഫറൻഷ്യൽ ആക്സസ് ടു റിസോഴ്സസ്, മറ്റുള്ള ദാരിദ്ര്യത്തിൻ്റെ മറ്റൊരു പ്രധാന കാരണമാണ് ഡിഫറൻഷ്യൽ ആക്സസ് ടു റിസോഴ്സസ്. വിഭവങ്ങളിലേക്കുള്ള ഓരോരുത്തരുടെയും പ്രവേശനം എന്നുള്ളത് വ്യത്യസ്തമാണ്. പാവപ്പെട്ട ആളുകൾക്ക് പലപ്പോഴും പല വിഭവങ്ങളും എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. പല നിലക്ക് സമൂഹത്തിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട് അന്യവൽക്കരിക്കപ്പെട്ട് മാറി നിൽക്കുന്ന ആളുകൾക്കൊന്നും പലപ്പോഴും പല പുരോഗമന പ്രവർത്തനങ്ങളൊന്നും അവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുമില്ല. ഇത്തരം റിസോഴ്സ് വിഭവങ്ങളിലേക്കുള്ള വിവിധ തരത്തിലുള്ള ആക്സസ് എല്ലാവർക്കും ഒരുപോലെ ആക്സസ് ഇല്ലാത്തതും ആണ് ദാരിദ്ര്യത്തിൻ്റെ വിവിധ കാരണം. നമ്മൾ ഈ ഡിഫറൻഷ്യൽ ആക്സസ് ഒന്ന് വിശദമായി നമുക്ക് പരിശോധിക്കാം. വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും ലഭ്യതയിലും പ്രവേശനത്തിലും സാമൂഹിക വിവേചനം നിലനിൽക്കുന്നു. നമുക്കറിയാം, ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എൻട്രൻസ് ടെസ്റ്റുകളൊക്കെ നടക്കുമ്പോൾ അവിടെയൊക്കെ എല്ലാ വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും ലഭ്യതയിലും പ്രവേശനത്തിലും സാമൂഹിക വിവേചനം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ വലിയ ആളുകളുടെ മക്കൾക്കൊക്കെ സമ്പത്തുള്ള ആളുകളുടെ മക്കൾക്കൊക്കെ പെട്ടെന്ന് സമ്പത്തിൻ്റെ സോഴ്സ് ഉപയോഗിച്ച് പല ഇടങ്ങളിലും എത്തിപ്പെടാൻ സാധിക്കും. പക്ഷേ പാവപ്പെട്ട ആളുകൾക്ക് അപ്പോൾ അതുകൊണ്ട് സാധിക്കുന്നില്ല.
ഇങ്ങനെ വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും ലഭ്യതയിലും പ്രവേശനത്തിലും സാമൂഹിക വിവേചനം നിലനിൽക്കുന്നു. ഇത് ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നമാണ്. അധികാരത്തിലും വിഭവങ്ങളിലും സ്ഥാനങ്ങളിലുമുള്ള ലഭ്യതയുടെ വ്യത്യാസത്തെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അധികാരം നമുക്കറിയാം, കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രമാണ് അധികാരം എന്നുള്ളത്. അവർ തന്നെ മാറിമറിഞ്ഞ് അവരുടെ തലമുറകൾ മാറിമറിഞ്ഞ് ഒരു കുറച്ച് വിഭാഗം ആളുകളുടെ കയ്യിലാണ് മൊത്തം നിയന്ത്രണങ്ങൾ. അതുകൊണ്ട് തന്നെ അരികുവൽക്കരിക്കപ്പെടുന്ന ആളുകളൊക്കെ എന്നും അധികാരത്തിൽ നിന്നും മറ്റു റിസോഴ്സുകളിൽ നിന്നൊക്കെ പാർശ്വവൽക്കരിച്ച് അന്യവൽക്കരിച്ച് പോവുകയാണ്. ഇത് ഇങ്ങനെ അന്യവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് ഒരുപാട് ദാരിദ്ര്യത്തിനും ഇത് പ്രധാനമായും കാരണമാവുന്നുണ്ട്. അപ്പോൾ പല ആളുകൾക്കും സ്ഥാനങ്ങളിലേക്കും വിഭവങ്ങളിലേക്കും എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതിനെ നമുക്കൊരു തട്ടുകളായി, സമൂഹത്തിലെ വിവിധ തട്ടുകളായി കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഈ ഒരു വ്യവസ്ഥയെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. സമൂഹത്തിലെ ചില ആളുകൾക്ക് മാത്രം വിഭവങ്ങളിലേക്കും മറ്റൊക്കെ ഈസി ആക്സസ്, വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ സാധിക്കുന്നു. മറ്റുള്ള ആളുകൾക്ക് എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചാലും എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള സമൂഹത്തിലെ ഇത്തരം താഴെ മേലെ എന്നുള്ള രൂപത്തിലുള്ള ഈ കിടപ്പിനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സമൂഹത്തിൽ സാമൂഹിക അസമത്വം കൊണ്ടുവരുന്നു. സമൂഹത്തിലെ ഒരു വിഭാഗത്തിന് വിഭവങ്ങളുടെ ലഭ്യത കൂടിയാൽ അത് സമൂഹത്തിൽ അസമത്വത്തിന് കാരണമാവുന്നു. സമൂഹത്തിൻ്റെ വിഭവങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാ വിഭവവും എല്ലാവർക്കുമുള്ളത്. ചില ആളുകൾ അത് അധികമായി എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ അത് ലഭിക്കാതെ വരുന്നു. അപ്പോൾ അവിടെ അസമത്വം രൂപപ്പെട്ടു വരുന്നു. ഇപ്പോൾ പല MNC കമ്പനികളൊക്കെ ജലം ഊറ്റിയെടുക്കുന്നതായിട്ടും മറ്റും വാർത്തകളിൽ നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ഉൽപ്പാദനത്തിൻ്റെ പ്രൊഡക്ഷൻ താല്പര്യങ്ങൾ കാരണം മറ്റുള്ള ആളുകൾക്ക് കിട്ടേണ്ട റിസോഴ്സുകളൊക്കെ അവർ മാത്രം ഉപയോഗിക്കുന്നു. അതുവഴി അത് സമൂഹത്തിൽ അസമത്വത്തിനും മറ്റും കാരണമായി തീരുന്നു. സാമൂഹിക അവകാശങ്ങളായ ലേബർ മാർക്കറ്റ്, സോഴ്സ് ഓഫ് ഇൻകം, ഹെൽത്ത് കെയർ, ഫ്രീഡം ഓഫ് സ്പീച്ച്, എഡ്യൂക്കേഷൻ, പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആൻഡ് പാസ്റ്റ് കറപ്ഷൻ എന്നിവയിലൊക്കെ വർഗവംശ ലിംഗ അസമത്വങ്ങൾ നിലനിൽക്കുന്നു. നമുക്കറിയാം, ലേബർ മാർക്കറ്റുകൾ, തൊഴിലവസരങ്ങൾ. അപ്പം തൊഴിലവസരങ്ങൾ വരുമ്പോൾ അവിടെ ഒക്കെ എല്ലായിടത്തും നമുക്ക് ഈ അസമത്വം കാണാൻ സാധിക്കുന്നു. സോഴ്സ് ഓഫ് ഇൻകം, പല ആളുകൾക്കും ഉള്ള വരുമാനത്തിന് വ്യത്യാസം വരുന്നുണ്ട്. പല ആളുകൾക്കും പലതും സമ്പാദിക്കാൻ കഴിയുന്നില്ല. ഇനി രണ്ടാളുകൾ ഒരേ ജോലി ചെയ്യുമ്പോൾ തന്നെ പല ആളുകൾക്കും ഇൻകമിൽ മാറ്റങ്ങൾ വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഹെൽത്ത് കെയർ എന്ന സാമ്പത്തിക സ്ഥിരതയുള്ള ആളുകൾ എനിക്ക് നല്ല ആരോഗ്യവും മറ്റും ഉണ്ടാവുക വഴി ഒരുപാട് വിദ്യാഭ്യാസം നേടുവാനും മറ്റുമൊക്കെ സാധിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ലേബർ മാർക്കറ്റ്, സോഴ്സ് ഓഫ് ഇൻകം, ഹെൽത്ത് കെയർ, ഫ്രീഡം ഓഫ് സ്പീച്ച്, എഡ്യൂക്കേഷൻ തുടങ്ങിയവയിലൊക്കെ വർഗവംശ ലിംഗ അസമത്വം നിലനിൽക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഓരോരോ ആളുകൾക്കും റിസോഴ്സിലേക്കുള്ള ആക്സസുകൾ, പ്രവേശനങ്ങൾ വളരെ വ്യത്യസ്തമാണ്. നമുക്ക് മറ്റൊന്ന് പറയാനുള്ളത് സോഷ്യൽ മാർജിനലൈസേഷൻ, സാമൂഹിക പാർശ്വവൽക്കരണം അല്ലെങ്കിൽ എക്സ്ക്ലൂഷൻ, അന്യവൽക്കരണം എന്നുള്ളത്. ദ മീനിങ് ആൻഡ് നേച്ചർ ഓഫ് മാർജിനലൈസേഷൻ, ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ നിസ്സാരമായി കരുതുകയും പെരുമാറുകയും ചെയ്യുന്നതിനെയാണ് മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, സമൂഹത്തിൽ ചില വിഭാഗങ്ങളെ നമ്മൾ വെക്കപ്പെടുന്ന സമൂഹമായി കാണുന്നുണ്ട്. ഇങ്ങനെ നിസ്സാരവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തെ നിസ്സാരവൽക്കരിക്കുന്നതിനെയാണ് പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്. എൻസൈക്ലോപീഡിയ ഓഫ് പബ്ലിക് ഹെൽത്തിൻ്റെ എൻസൈക്ലോപീഡിയ ഈ മാർജിനലൈസേഷനെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. To be marginalized is to be placed in the margins and thus excluded from the privilege and power found at the center. അധികാരത്തിൽ നിന്നും ആനുകൂല്യത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അഥവാ അധികാരം എന്നുള്ളത് സെൻട്രലാണ്. അതിൽ നിന്നും അരികുവൽക്കരിക്കപ്പെടുന്നതിനെയാണ്
മാർജിനലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിയം വെബ്സ്റ്റേഴ്സ് ഓൺലൈൻ ഡിക്ഷണറി ഇതിന് വിശദീകരണം നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. Relegate an unemployment or powerless position within a society or group. ഒരു സമൂഹത്തിലെ അപ്രസക്തവും ശക്തിഹീനവുമായ സ്ഥാനത്തേക്ക് താഴ്ത്തുക എന്നുള്ളതാണ്. ഒരു സമൂഹത്തെ അതിൽ അപ്രസക്തവും ശക്തിഹീനവുമായ ഒരു സ്ഥാനത്തേക്ക് താഴ്ത്തുന്നതിനെയാണ് മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് സമൂഹത്തിൽ വിവിധ തരം മാർജിനലൈസേഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും. നേച്ചർ ഓഫ് മാർജിനലൈസേഷൻ പലതരത്തിലുണ്ട്. ഇറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. മാർജിനലൈസേഷൻ മനസ്സിലാക്കാൻ പൊതുവായ നിയമമില്ല, വ്യത്യസ്തമാണ്. ഓരോ സമൂഹത്തിലും പലതരത്തിലുമായിരിക്കും മാർജിനലൈസേഷൻ സംഭവിക്കുക എന്നുള്ളത്. അത് പൊതുവായി അതിനൊരു നിയമം നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇറ്റ് വേരീസ് ഇൻ ഡിഫറെൻറ്റ് സെറ്റിങ്സ്. സാഹചര്യ സന്ദർഭങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഒരു സമൂഹത്തിലുണ്ടായിരുന്ന അരികുവൽക്കരണം അവരുടെ മറ്റൊരു നിലക്കെന്നുള്ളത്. ഓരോരോ സമൂഹത്തിനും സന്ദർഭത്തിനും വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ട്. അതേപോലെ അസമത്വം കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകളുണ്ട്. അതുപോലെ മതാടിസ്ഥാനത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഓരോരോ സ്ഥലത്തിനും സന്ദർഭ സാഹചര്യത്തിനനുസരിച്ച് പാർശ്വവൽക്കരണത്തിൻ്റെ വിവിധ മുഖങ്ങളായിരിക്കും. നമുക്കൊരു പൊതുവായ ഒരു നിയമം നമുക്ക് അതിൽ പറയാൻ സാധിക്കുകയില്ല. ഡിപ്പെൻഡ്സ് അപ്പോൺ പൊളിറ്റിക്കൽ, റിലീജിയൻ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് സൊസൈറ്റി. രാഷ്ട്രീയ, മതകീയ, സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒക്കെ എല്ലാം ഈ മാർജിനലൈസേഷൻ ഇതുമായി എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു. ടൈപ്സ് ഓഫ് മാർജിനലൈസേഷൻ. പ്രധാനമായും 3 തരം മാർജിനലൈസേഷനുകളാണുള്ളത്. ഒന്ന് സോഷ്യൽ മാർജിനലൈസേഷൻ. സോഷ്യൽ മാർജിനലൈസേഷൻ നമുക്ക് 2 തരത്തിലുണ്ടാവും. ഒന്ന് ആസ്ക്രൈബ്ഡ് ആൻഡ് അക്വേർഡ്. ആസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ ജനിച്ചവരാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അത് ഒരു താഴ്ന്ന സമൂഹത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം സമൂഹത്തിൽ നിന്ന് മാറ്റിവൽക്കരിക്കപ്പെടുന്ന ആളുകൾ. ദളിത് സമൂഹത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് സമൂഹത്തിൻ്റെ ഉന്നതങ്ങളിൽ എത്തിപ്പെടാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ. അത് ആ ഒരു സമൂഹത്തെ അതിൽ ജനിച്ചു എന്നുള്ളത് അത് ഒരാൾക്കും ഒരിക്കലും വന്നു ചേരുന്നത് അയാളുടെ ജനനത്തോടൊപ്പം അയാളൊപ്പം ചേരുന്നതാണ്. ഇങ്ങനെയുള്ള അയാൾ നേടിയെടുത്ത് സമ്പാദിച്ചു കൂട്ടിയ ഏത് വഴി വന്നതല്ലാത്ത ഇങ്ങനെ ജനനം വഴി വന്ന ഈ ഒരു മാർജിനലൈസേഷനെയാണ് ആസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത്. അതേപോലെ അക്വേർഡ്. സാമൂഹിക സാമ്പത്തിക മണ്ഡലങ്ങളിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹം. അഥവാ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എഡ്യൂക്കേഷൻ സമൂഹത്തിന് വിദ്യാഭ്യാസ പുരോഗതി വന്ന സമയത്ത് വേണ്ട വിദ്യാഭ്യാസം നേടാതെ മാറി നിൽക്കപ്പെട്ട് വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകളുണ്ട്. ഇത്തരം ഉള്ള പാർശ്വവൽക്കരിക്കപ്പെടുന്ന സ്ഥിതിയെയാണ് അക്വേർഡ് മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. സാമൂഹിക അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നവരായതുകൊണ്ട് തന്നെ ഇവരിൽ ലോ സെൽഫ് കോൺഫിഡൻസ്, ലോ സെൽഫ് എസ്റ്റീം കണ്ടുവരുന്നു. അപ്പോൾ സമൂഹത്തിൽ നിന്ന് അരികുവൽക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വലിയ ജോലികളിലേക്കും നല്ല വിദ്യാഭ്യാസം നേടുന്നതിലേക്കും ഒക്കെ കടന്നു വരുന്നതിന് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതായി നമുക്ക് കാണാവുന്നതാണ്. പലപ്പോഴും ഇതും ഫേസ് ചെയ്യാൻ ഇവർക്ക് ഒരു കോൺഫിഡൻസിൻ്റെ കുറവ് നമുക്ക് കാണാൻ സാധിക്കും. മുഖ്യധാര വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടൽ ആവശ്യമായ സാമൂഹിക സാമ്പത്തിക ധനത്തിൻ്റെയും അഭാവം ഇവരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഏതൊരു കാര്യത്തിനും മുന്നോട്ട് വരുമ്പോൾ സാമൂഹികമായും രാഷ്ട്രീയപരമായും സാമ്പത്തികമായിട്ടും ഒക്കെ ഇടപെടൽ ആവശ്യം വരുമ്പോൾ അതിൻ്റെയൊക്കെ ഇല്ലായ്മ ഇവരെ നിരന്തരം വേട്ടയാടുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് സെൽഫ് കോൺഫിഡൻസ് എപ്പോഴും ലോ ലെവലിലാണ് വലുതുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം, അതിനുള്ള മാനസികമായ ശക്തി എന്നുള്ളത് ഇവരിൽ ഇല്ലാതാവുന്നത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ്. അടുത്തതായി നമുക്ക് പറയാനുള്ളത് എക്കണോമിക് മാർജിനലൈസേഷൻ. ഇത് സാമ്പത്തിക ഘടനയും കമ്പോള ഏകീകരണവുമായി ബന്ധപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെടുന്നു. ഒരു പ്രത്യേക മതവർഗ, വംശ, ലിംഗ വിഭാഗത്തിൽ
പെടുന്നു എന്ന കാരണത്താൽ സമൂഹത്തിൻ്റെ മുഖ്യധാര സാമ്പത്തിക ഘടനയിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നതിനെയാണ് എക്കണോമിക് മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ഈ വിഭാഗത്തിൽ ആരോഗ്യത്തെയും ക്ഷേമത്തെയും ബാധിക്കുന്നതാണ്. എക്കണോമിക് മാർജിനലൈസേഷൻ കൊണ്ട് നമുക്കറിയാം, ഇന്ന് സാമ്പത്തിക റിസോഴ്സ് കൈകാര്യം ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് കേവലം ഒരു 20% ആളുകൾ മാത്രമാണ്. ഇന്ത്യയുടെ മൊത്തം വിഭവങ്ങൾ ഒരു ഏറെക്കുറെ 20% ആളുകളിൽ ഒതുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് പുതിയ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സമ്പത്തും സാമ്പത്തിക വ്യവസ്ഥയും കുറഞ്ഞ ആളുകളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ മറ്റുള്ള ആളുകൾ അതിൽ നിന്നും അരികുവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ മാർജിനലൈസേഷനാണ് പൊളിറ്റിക്കൽ മാർജിനലൈസേഷൻ. രാഷ്ട്രീയ ഇടപെടലുകൾക്ക് അവസരം നിഷേധിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെടുന്നതിനെയാണ് പൊളിറ്റിക്കൽ മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഈ അടുത്ത കാലത്ത് സ്ത്രീകൾക്ക് പൊളിറ്റിക്കലിലേക്ക് കടന്നു വരുന്നതിന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്താണ് നിയന്ത്രണങ്ങളൊക്കെ ഏറെക്കുറെ മാറി തുടങ്ങിയത്. അപ്പോൾ രാഷ്ട്രീയപരമായി സ്ത്രീ സമൂഹത്തിന് കടന്നു വരാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയപരമായി അതുപോലെ പല സമൂഹത്തിലെ ആളുകൾക്കും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് രാഷ്ട്രീയപരമായിട്ടും അവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നതിന് കാരണമായി തീരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് പ്രധാനമായും 3 മാർജിനലൈസേഷനുകളാണ്, പാർശ്വവൽക്കരണമാണുള്ളത്. ഒന്ന് സോഷ്യൽ മാർജിനലൈസേഷൻ, 2 എക്കണോമിക് മാർജിനലൈസേഷൻ, 3 പൊളിറ്റിക്കൽ മാർജിനലൈസേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. വീഡിയോ ഇഷ്ടം നന്ദി. താങ്ക് യു വെരി മച്ച്.